കാട്ടിനകത്തൊക്കെ മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോഴും വള്ളി തൂങ്ങിയ ആൾക്കാർ കിടക്കുന്ന സ്ഥലമല്ലേ എന്നൊക്കെ. ഈ വയനാടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിയാക്കിക്കൊണ്ട് ഈ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ കേരളത്തിൽ താമസിക്കുന്നവരെല്ലാം ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇടുക്കിയും വയനാടും. കാരണം ഇവിടുത്തെ ആ ഒരു എന്താ പറയാ കാടും അതിന്റെ ഒരു ഭംഗിയും മലകളും ആ ചുരം കയറി വരുമ്പോൾ ഉള്ള ഫീലും ഒക്കെ. ഞാൻ കൊല്ലക്കാരനാണ്, ഞാൻ വയനാട്ടുകാരനല്ല. ഞാൻ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ഇവിടെ നല്ല സ്കൂളുകളുണ്ട്, നല്ല ബാങ്കുകൾ, എല്ലാ ബാങ്കുകളുടെയും ബ്രാഞ്ചുകൾ ഇവിടെ ഉണ്ട്, ഡോമിനോസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം എല്ലാ വണ്ടികളുടെയും സർവീസ് സെന്ററുകളുണ്ട്, എല്ലാ വണ്ടികളുടെയും സെയിൽസ് ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ് ഇന്റർനെറ്റ് സ്പീഡ് ഉണ്ടോ, ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയല്ലേ അത് അപ്ലോഡ് ആവുള്ളൂ എന്നൊക്കെ. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡ് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ. എനിക്ക് നാട്ടില്, ഞാൻ കൊല്ലം, എനിക്ക് നാട്ടിൽ കിട്ടിയിട്ടുള്ളതിനേക്കാളും ജിയോയ്ക്ക് സ്പീഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനത് ടെസ്റ്റ് ചെയ്തത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം റേഞ്ചുള്ള സ്ഥലം തന്നെയായിരുന്നു. ഗെയിമൊക്കെ ലൈവ് സ്ട്രീം ചെയ്യാൻ പോലും എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മളെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജനവാസ മേഖലകളെന്ന് പറയുന്നത് ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിട്ടായിരിക്കും എന്നേ ഉള്ളൂ. ഈ മേപ്പാടി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, വൈത്തിരി, അങ്ങനെ ഈ ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ ജനവാസ മേഖല, ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങൾ. അല്ലാണ്ട് ഇവിടെ പൊതുവേ അങ്ങനെ എന്താ പറയുക എല്ലായിടത്തും ജനങ്ങൾ പാർക്കുന്ന സ്ഥലങ്ങളല്ല. കാരണം വനമേഖലകൾ ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഭംഗി എന്ന് വെച്ചാൽ മൈൻഡ് ഫ്രഷ് ആവുന്ന രീതിയിൽ തോന്നിയിട്ടുള്ളത് വയനാട്ടിലാണ്. ഞാൻ ആദ്യം ഇവിടെ ബൈക്കിലാണ് റൈഡ് വരുന്നത്. എനിക്കിവിടെ ഇവിടെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു കല്യാണം കഴിക്കാൻ നേരത്ത് മാട്രിമോണിയിൽ ഇവിടെ പ്രിഫറൻസ് കൊടുത്തത്. ഇനി എത്ര തവണ വന്നാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് അതൊരിക്കലും മാറത്തില്ല. നമ്മൾ വയനാട്ടിൽ ഓരോ തവണ വരുമ്പോഴും നമുക്ക് മടുപ്പ് തോന്നത്തില്ല. താഴെ നിന്ന് വരുമ്പോൾ ഇനി എത്ര പ്രഷറായിട്ട് വരുന്നു എന്ന് പറഞ്ഞാലും ശരി, ചുരം കയറി മേല് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ടെൻഷനെല്ലാം മാറും. ആ ചുരത്തിൽ നിന്ന് വരുമ്പോഴേ തന്നെ നമുക്ക് ആ കാലാവസ്ഥ തന്നെ മാറി തുടങ്ങും, നമുക്കത് ഫീൽ ചെയ്യും. ഇതിലെല്ലാം ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, ജീവിത ചെലവ് ഇവിടെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലുള്ളൊരു ജീവിത ചെലവ് നമുക്കിവിടെ വയനാട്ടിലില്ല. കാരണം രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അത്യാവശ്യം സ്പെയർ പാർട്സുകളൊക്കെ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും ഇവിടെ. പിന്നെ ഈ ബാംഗ്ലൂരും അങ്ങോട്ടുള്ള എല്ലാ മെയിൻ റോഡുകൾ ഇതിലേക്കൂടെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ വയനാടിനെ കളിയാക്കുന്നതും വള്ളി തൂങ്ങി നടക്കുന്നതെന്നൊക്കെ പറയുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും ബൈക്കിൽ വന്ന് അത്രയും നല്ലത്. ഒരു തവണയെങ്കിലും വന്നിട്ട് ഈ വയനാടിൻ്റെ ഭംഗി നിങ്ങളൊന്ന് ആസ്വദിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചിന്തകളെല്ലാം വെറും 50 കൊല്ലം മുമ്പത്തെ കേരളത്തിനെ പോലത്തെ ഒരു ചിന്തകളിലാണ് നിങ്ങളിപ്പോഴും ഇരിക്കുന്നതെന്നുള്ളത്.